കൊച്ചിക്കാർക്ക് സന്തോഷിക്കാൻ ഇനി എന്ത് വേണം? ക്രിസ്മസ് സമ്മാനവുമായി കൊച്ചി മെട്രോ. കേരളത്തിന്റെ മെട്രോ നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ പരിഹാരമായി മാറിയ കൊച്ചി മെട്രോ മറ്റൊരു വിപ്ലവകരമായ മാറ്റത്തിന് കൂടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നഗരവാസികൾക്ക് യാത്ര കൂടുതൽ സുഗമമാക്കുന്ന പദ്ധതി ക്രിസ്മസ് പുതുവത്സര സീസണിൽ തന്നെ ആരംഭിക്കാനാണ് KMRL അധികൃതരുടെ നീക്കം. മെട്രോ റെയിലിന്റെ ഭാഗമായുള്ള ഫീഡർ ബസ് സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫീഡർ ബസ്സുകളുടെ സർവീസ് കൂടി ആരംഭിക്കുന്നതോടെ മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണത്തിലും വൻ കുതിപ്പാണ് KMRL അധികൃതർ പ്രതീക്ഷിക്കുന്നത്. 15 ഫീഡർ ബസ്സുകളാണ് സർവീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒക്ടോബർ ആദ്യ വാരമാണ് കൊച്ചി മെട്രോ ഫീഡർ ബസ്സുകൾ വാങ്ങിയത്. കൊച്ചി മെട്രോയുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ബുദ്ധിമുട്ടുന്ന താരതമ്യേന ഗതാഗതം കുറവുള്ള പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഫീഡർ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. കൊച്ചി മെട്രോ സ്റ്റേഷനുകളിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും മെട്രോ സർവീസ് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഫീഡർ ബസ് സർവീസ് കൊണ്ടുള്ള ഗുണം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൊച്ചിയിലെത്തി നഗരത്തിൽ നിന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരെയും ഫീഡർ സർവീസുകൾ ആകർഷിക്കുമെന്നതാണ് കരുതുന്നത്. മികച്ച സൗകര്യങ്ങളുള്ള 32 സീറ്റുകളുള്ള വോൾവോ ഐഷർ ഇലക്ട്രിക് ബസ്സുകളാണ് ഫീഡർ സേവനത്തിനായി വിനിയോഗിക്കുന്നത്. പരിഗണിക്കുന്നത് 6 റൂട്ടുകളാണ്. ആലുവ കൊച്ചി വിമാനത്താവളം, ചിറ്റേട്ടുകര ഇൻഫോ പാർക്ക്, കളമശ്ശേരി മുതൽ മെഡിക്കൽ കോളേജ് പ്രദേശത്തേക്കുള്ള റൂട്ടുകൾ അന്തിമ പരിഗണനയിലുണ്ട്. വൈറ്റില, ഇടപ്പള്ളി, കലൂർ, എളമക്കര, തൃപ്പൂണിത്തറ, മുളന്തുരുത്തി, MG റോഡ്, ഹൈക്കോർട്ട് എന്നിവയാണത്. അതേസമയം പൊടി തട്ടിയെടുത്ത തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയും നിർണായക തീരുമാനം ഈ മാസം. പുതുക്കിയ റൂട്ട് അറിയണ്ടേ? തലസ്ഥാനത്തിന്റെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി ആസൂത്രണം ചെയ്ത തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി 10 വർഷത്തിനിപ്പുറം വീണ്ടും സർക്കാരിന് മുന്നിലെത്തിയിരിക്കുകയാണ്. പദ്ധതിക്ക് നിർണായകമായ സമഗ്ര ഗതാഗത പദ്ധതിയും ഓൾട്ടർനേറ്റ് അനാലിസിസ് റിപ്പോർട്ടുമാണ് അനുമതിക്കായി സർക്കാരിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ മാസം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത്. അന്തിമ അലൈൻമെന്റ് ഉൾപ്പെടെ AAR അംഗീകരിക്കുന്നതോടെ കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി അയക്കുന്നതായിരിക്കും. കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭിക്കാൻ ഇത് അനിവാര്യമാണ് താനും. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷം മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നതായിരിക്കും. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് KMRL അടുത്തിടെ പുതുക്കിയ റൂട്ടും അലൈൻമെന്റും സർക്കാരിന് നൽകിയിരുന്നു. നിർദ്ദേശിച്ച റൂട്ട് ഇങ്ങനെയാണ്. കഴക്കൂട്ടം ടെക്നോ പാർക്കിന് മുന്നിൽ മെട്രോ ലൈൻ ആരംഭിക്കണമെന്ന പുതിയ നിർദ്ദേശമാണ് സർക്കാർ നൽകിയത്. മെട്രോ റെയിലിന്റെ 1ാം ഘട്ട ടെക്നോ പാർക്ക് മുതൽ പുത്രകണ്ഠം മൈതാനം വരെയാകണം. ടെക്നോ പാർക്ക് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഉളൂർ മെഡിക്കൽ കോളേജ്, മുറിഞ്ഞപാലം, പട്ടം, PMG നിയമസഭയ്ക്ക് മുന്നിലൂടെ പാളയം ബേക്കറി ജംഗ്ഷൻ, തമ്പാനൂർ സെൻട്രൽ ബസ് ഡിപ്പോ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, പുത്രകണ്ഠം മൈതാനം എന്നതാണ് നിർദ്ദേശിച്ച റൂട്ട്. കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ടെക്നോ പാർക്ക്, മെഡിക്കൽ കോളേജ്, വൈദ്യുതി ഭവൻ, സെക്രട്ടേറിയറ്റ്, നിയമസഭ, യൂണിവേഴ്സിറ്റി കോളേജ്, വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സാന്നിധ്യമുള്ളതിനാൽ ഈ റൂട്ടിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലാകും എന്നതാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നിലവിലെ 1ാം ഘട്ടം അവസാനിക്കുന്നത് കിള്ളിപ്പാലത്താണ്. ഇവിടെ മുതൽ നെയ്യാറ്റിൻകര വരെയാണ് 2ാം ഘട്ടമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് പകരം പാളയത്തിന് കുടപ്പനക്കുന്ന് വരെയുള്ള റൂട്ടിലേക്ക് 2ാം ഘട്ടം നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ത്വരിതഗതിയിൽ വികസനത്തിലേക്ക് കാത്തിരിക്കുകയാണ് കൊച്ചിയും തിരുവനന്തപുരവുമൊക്കെ.